കുവൈറ്റ് ദുരന്തം അപകടമോ അതോ കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകമോ? ഗൾഫ് മേഖലയെ ഞെട്ടിച്ച കുവൈറ്റ് ദുരന്തം ഇന്ത്യയെ, പ്രത്യേകിച്ച് കേരളത്തെ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ്. 50 പേരാണ് ഇതുവരെ ആ ദുരന്തത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. അതിൽ 42 പേര് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഇവിടെയാണ് സംശയത്തിന്റെ ആരംഭം. മോദിയുടെ വിജയത്തിൽ അസംതൃപ്തരാണ് ഒട്ടുമിക്ക മുസ്ലിമുകളും എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴൊക്കെ ക്രിക്കറ്റ് മാച്ചുകൾ നടന്നാലും പാകിസ്ഥാൻ ജയിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമുകളാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത്. മോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം മന്ത്രിസഭ ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ നടന്ന ഈ ദുരന്തം എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള അന്വേഷണം വിദേശ ഏജൻസിയെ വെച്ച് ചെയ്യിപ്പിക്കണം. എങ്കിലേ സത്യം പുറത്തുവരികയുള്ളൂ. മാത്രമല്ല, മരിച്ചവരിൽ 95% ആളുകളും ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസികളാണ് എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതാണോ അതോ കരുതിക്കൂട്ടി നടത്തിയ ഒരു ജിഹാദി അപകടമാണോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കൂടാതെ മരിച്ചവരുടെ ആശ്രിതർക്ക് മോദി സർക്കാർ 2 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചിട്ടും ഇതുവരെ കുവൈറ്റ് സർക്കാർ 1 രൂപ പോലും സഹായധനം പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ യൂസഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ലുലു ഗ്രൂപ്പ് 5 ലക്ഷം രൂപ വെച്ച് മരണമടഞ്ഞ മലയാളികളുടെ ആശ്രിതർക്ക് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതും അള്ളായെ സന്തോഷിപ്പിക്കുവാൻ ചെയ്ത ഒരു ജിഹാദി ആക്രമണം ആവാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. മരണമടഞ്ഞ മലയാളികൾ ഇവരാണ്: അരുൺ ബാബു തിരുവനന്തപുരം, നിതിൻ കൂത്തൂർ കണ്ണൂർ, തോമസ് ഉമ്മൻ പത്തനംതിട്ട, മാത്യു തോമസ് ആലപ്പുഴ, ആകാശ് എസ് നായർ പത്തനംതിട്ട, രഞ്ജിത്ത് കാസർകോട്, സജു വർഗീസ് പത്തനംതിട്ട, കേളു പൊമ്മലേരി കാസർകോട്, സ്റ്റെഫിൻ ഏബ്രഹാം സാബു കോട്ടയം, MP ബാഹുലേയൻ മലപ്പുറം, കുപ്പന്റെ പുരക്കൽ നൂഹ മലപ്പുറം, ലൂക്കോസ് സാബു കൊല്ലം, സാജൻ ജോർജ് കൊല്ലം, PV മുരളീധരൻ പത്തനംതിട്ട, വിശ്വാസ കൃഷ്ണൻ കണ്ണൂർ, ഷമീർ ഉമറുദ്ദീൻ കൊല്ലം, ശ്രീഹരി പ്രദീപ് കോട്ടയം, ബിനോയ് തോമസ്, ശ്രീജേഷ് തങ്കപ്പൻ നായർ, സുമേഷ് പിള്ള സുന്ദരൻ, അനീഷ് കുമാർ ഉണ്ണങ്കണ്ടി, സിബിൻ തേവരോത്ത് ഏബ്രഹാം, ഷിബു വർഗീസ് എന്നിവരാണ് മരണമടഞ്ഞ മലയാളികൾ. തന്റെ കുടുംബത്തെ കരകയറ്റുക എന്ന വലിയ സ്വപ്നങ്ങൾ അഗ്നിയുടെ രൂപത്തിൽ അപഹരിക്കപ്പെട്ട് മരണമടഞ്ഞ എല്ലാ സഹോദരന്മാരുടെയും ആത്മാവിന് നിത്യശാന്തി നേരുന്നതിനോടൊപ്പം മരണപ്പെട്ടവരുടെ ബന്ധുമിത്രതികൾക്കു ഈ ദുഃഖം സഹിക്കാനുള്ള ശക്തി ഈശ്വരൻ നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.